നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയിൽ പ്രതിഷേധമിരമ്പി. ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂർ കണ്ണുതീർത്ത GLP സ്കൂൾ കെട്ടിടം നാടിന് സമർപ്പിച്ചു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂൾ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. കള്ളുചെത്ത് തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കോർഡിനേഷൻ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് K മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ 3 കടലോര പഞ്ചായത്തുകളിൽ തീരദേശ നിയമത്തിൽ ഇളവ് നേടിയെടുക്കുവാൻ കഴിയാത്തത് അധികൃതരുടെ അനാസ്ഥയെന്ന് ഷിറിയ ഗ്രാമവികസന സമിതി. ആശങ്ക പരിഹരിക്കണമെന്നും സമിതി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ. തൃക്കരിപ്പൂരിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഇനി ഹരിതചട്ടത്തിനകത്ത്. AKSTU സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണയിൽ നിരവധി വ്യാപാരികൾ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര സമരം ഉദ്ഘാടനം ചെയ്തു. കേരള ബജറ്റിൽ ചെറുകിട വ്യാപാരികൾക്ക് തൊഴിൽ നികുതിയിൽ 270% വർധനവ് വരുത്തിയ നടപടി പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമില്ലാത്ത വ്യാപാരികളെ യൂസർ ഫീ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലുടനീളം നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരസഭാ ആസ്ഥാനത്ത് ധർണാ സമരം നടത്തിയത്. ധർണയ്ക്ക് മുന്നോടിയായി പ്രകടനവും നടന്നു. രാവിലെ 9:30 പഴയ ബസ് സ്റ്റാൻഡ് വ്യാപാര ഭവൻ കേന്ദ്രീകരിച്ചാണ് നഗരസഭ ആസ്ഥാനത്തേക്ക് പ്രകടനം നടത്തിയത്. പ്രകടനത്തിൽ നിരവധി വ്യാപാരികൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണാ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര ഉദ്ഘാടനം ചെയ്തു. ചെറുകിട വ്യാപാരികളുടെ മേഖലയിൽ ഒമ്പിച്ച തൊഴിൽ നികുതി വർധനമാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്. നമുക്കൊക്കെ ഊഹിക്കുന്നതിനപ്പുറം ഏകദേശം ചെറുകിട വ്യാപാരിക്ക് 120 ഉണ്ടായത് 207 രൂപ, ഏകദേശം 207% വർധനവാണ് നടത്തിയിട്ടുള്ളത്. ഓരോ സ്ലാബ് എടുത്തു കഴിഞ്ഞാലും 200-300% വർധനവ്. അത് നമ്മുടെ വ്യാപാര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിനും അപ്പുറമാണ് ഈ വർധനവ് ഒരു കാരണവശാലും കേരളത്തിലെ വ്യാപാര സമൂഹത്തിന് അംഗീകരിക്കുവാൻ പറ്റില്ല എന്നുള്ളതും അതിന് ശക്തമായ പ്രതിഷേധയുടെ തുടക്കമാണ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത്. കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TA ഇല്യാസ് അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് AA അസീസ്, ഭാരവാഹികളായ നഹീം അങ്കോല, MM മുനീർ, അജിത് കുമാർ, BM അബ്ദുൽ കബീർ, മുഹമ്മദ് വെൽക്കം, PK രാജൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് നിസാർ സിറ്റികൂൾ, വനിതാ വിംഗ് പ്രവർത്തക ചന്ദ്രമണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുകിട വ്യാപാരികൾക്ക് തൊഴിൽ നികുതിയിൽ സംസ്ഥാന ബജറ്റിൽ വൻ വർധന വരുത്തിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് CH അബ്ദുൽ റഹീം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ദിവസങ്ങൾക്ക് മുൻപ് അവതരിപ്പിച്ച കേരള ബജറ്റിൽ ചെറുകിട വ്യാപാരികൾക്ക് കടുത്ത പ്രതിസന്ധിയുണ്ടാക്കുന്ന തരത്തിൽ 270% തൊഴിൽ നികുതി വർധനവ് വരുത്തിയത് പിൻവലിക്കണമെന്ന ആവശ്യവുമായാണ് വ്യാപാരികൾ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. വ്യാപാര ഭവൻ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് CH അബ്ദുൽ റഹീം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് AG നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി M അബ്ദുൽ റഷീദ്, C കൃഷ്ണൻ, ഫായിസ് കവായി, KV കൃഷ്ണപ്രസാദ്, KV വസന്ത, K രാധ എന്നിവർ സംസാരിച്ചു. മാർച്ചിന് EV ദിനേശൻ, VP ഗോപാലകൃഷ്ണൻ, S അബ്ദുൽ റഹ്മാൻ, A കുഞ്ഞിക്കണ്ണൻ, K രുക്മിണി, M മാലതി, N കുഞ്ഞായിഷ, C വിജയൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ,
ചെറുവത്തൂർ. അന്യായമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതിയും ലൈസൻസ് ഫീസും വർദ്ധിപ്പിക്കണമെന്നാവശ്യം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പിലിക്കോട് കൊടക്കാട് യൂണിറ്റുകൾ സംയുക്തമായി പിലിക്കോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അന്യായമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതിയും ലൈസൻസ് ഫീസും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന തലത്തിൽ നടത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ മുന്നിലുള്ള ധർണാ സമരത്തിന്റെ ഭാഗമായി ഏകോപന സമിതി പിലിക്കോട് കൊടക്കാട് യൂണിറ്റുകൾ സംയുക്തമായി പിലിക്കോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാർച്ചിൽ നിരവധി വ്യാപാരികൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണാ സമരം ഗിരീഷ് ചീമേനി ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് യൂണിറ്റ് പ്രസിഡന്റ് കെ രവി അധ്യക്ഷത വഹിച്ചു. രേഖ മോഹൻദാസ്, എം പുരുഷോത്തമൻ, ഹരിഹരൻ പി ടി, ജനാർദ്ദനൻ, പ്രമീള, സുലൈമാൻ MTP, ഷീബ കൊടക്കാട് എന്നിവർ സംസാരിച്ചു. കൊടക്കാട് യൂണിറ്റ് പ്രസിഡന്റ് കെ മധുകുമാർ സ്വാഗതവും TV വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ഒഴിവാക്കണമെന്നാവശ്യം. കാഞ്ഞങ്ങാട് നഗരസഭയിലേക്ക് മാർച്ച് നടത്തി വ്യാപാരികൾ. വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമില്ലാത്ത വ്യാപാരികളെ യൂസർ ഫീ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ് അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് മഹേഷ് P നന്ദിയും പറഞ്ഞു. യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി മുനീർ KK, കാഞ്ഞങ്ങാട് സൌത്ത് യൂണിറ്റ് പ്രസിഡന്റ് MP അഷ്റഫ്, കാഞ്ഞങ്ങാട് വനിതാ വിംഗ് പ്രസിഡന്റ് ശോഭന ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിലെ ചെറുകിട കച്ചവടക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വിവരിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നഗരസഭാ അധ്യക്ഷയ്ക്കും നഗരസഭാ സെക്രട്ടറിക്കും നിവേദനം നൽകി. മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ മുഹമ്മദ് ഹാസിഫ്, ഫൈസൽ സൂപ്പർ, ഗിരീഷ് നായക്, A ബാബുരാജ്, ഷറഫുദ്ദീൻ CH, BA ഷെരീഫ്, അനിൽ PV, സലാം HE, സമീർ ഡിസൈൻ, വനിതാ വിംഗ് യൂണിറ്റ് ഭാരവാഹികൾ, യൂത്ത് വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുഞ്ചത്തൂർ കണ്വതീർത്ത GLP സ്കൂൾ കെട്ടിടം നാടിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂൾ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. വളരെ കാലത്തിനു ശേഷമാണ് കണ്വതീർത്തയിലെ ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂളിന് പുതിയൊരു കെട്ടിടം ലഭിച്ചത്. ഇത് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മികച്ച പഠന അന്തരീക്ഷവും സൗകര്യങ്ങളും നൽകുന്നതാണ്. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായത് സ്കൂളിൻ്റെ വികസനത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. പ്രൗഢമായ ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, സ്കൂൾ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്കായി വിവിധ കായിക മത്സരങ്ങളും വിവിധ സാംസ്കാരിക പരിപാടികളും നടന്നു. വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ചവരെ വേദിയിൽ ആദരിക്കുകയും ചെയ്തു. അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കള്ളുചെത്ത് തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കോർഡിനേഷന്റെ നേതൃത്വത്തിൽ വിദ്യാനഗറിലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് K മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ കള്ളുഷാപ്പുകളും തുറന്ന് പ്രവർത്തിപ്പിച്ച് തൊഴിലാളികൾക്ക് തൊഴിലും വരുമാനവും ലഭ്യമാക്കുവാൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക. കള്ളുഷാപ്പുകൾ ലൈസൻസുകൾ ഏറ്റെടുത്ത് നടത്തുന്നില്ലെങ്കിൽ അതത് ഷാപ്പുകളിലെ തൊഴിലാളി കമ്മിറ്റികൾക്ക് ഷാപ്പുകൾ നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. കള്ളുഷാപ്പുകൾക്ക് ചുറ്റും വ്യാപകമായി പടരുന്ന അനധികൃത മദ്യവിൽപ്പന തടയുവാനും ഇല്ലാതാക്കുവാനും എക്സൈസ് കർശന നടപടികൾ സ്വീകരിക്കുക. കള്ളുഷാപ്പുകളുടെ ലൈസൻസ് 5 വർഷത്തേക്ക് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കള്ളുചെത്ത് തൊഴിലാളി യൂണിയൻ കാസർഗോഡ് വിദ്യാനഗറിലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ് പരിസരത്ത് നടത്തിയ ധർണ CITU ജില്ലാ പ്രസിഡന്റ് K മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയോട് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം തിരുത്തുന്നതിന് വേണ്ടി കഴിയണം. എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ളത് ഈ കള്ളഷാപ്പുകളെ ഏതുവിധേനയും പൂട്ടിക്കുക എന്നുള്ള നിലപാടാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ചില കേന്ദ്രങ്ങളിലെങ്കിലും ഉയർന്നു വരുന്ന സാഹചര്യമുള്ളത്. അത്തരം തെറ്റായ നടപടികൾ പിൻവലിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. അതോടൊപ്പം ഈ കള്ളഷാപ്പുകളുടെ ചുറ്റുപാടും പല
പല പ്രദേശങ്ങളിലും പരിശോധിച്ച് നോക്കിയാൽ അനധികൃത മദ്യവിൽപ്പന നടത്തുന്ന സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ തൊഴിലാളികൾ ആ വിഷയം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ചൂണ്ടിക്കാണിച്ചാൽ മാതൃകാപരമായി ഇടപെടുന്നതിന് പകരം അവരെ ഉൾപ്പെടെ ഇവരുടെ സ്വാധീനത്തിന് വഴങ്ങി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് പല രംഗത്തും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ടി കുട്യൻ അധ്യക്ഷത വഹിച്ചു. ജോസ് പതാലിൽ, പി കെ രാമചന്ദ്രൻ, കെ മധു, സി ടി കൃഷ്ണൻ, ചിത്രഭാനു, കെ രവി, ജില്ലാ കോർഡിനേറ്റർ പി വി സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. AKSTU സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും CPI മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ MP-യുമായ പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 28ാമത് സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് പതാക ഉയർന്നു. പൊതുസമ്മേളന നഗരിയായ പുതിയകോട്ട ഹെറിറ്റേജ് സ്ക്വയറിൽ പ്രത്യേകം സജ്ജമാക്കിയ EK നായർ നഗറിൽ CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും സംഘാടക സമിതി വൈസ് ചെയർമാനുമായ CP ബാബു പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും CPI മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ MP-യുമായ പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു 1,00,000 ഭവന നിർമ്മാണ പദ്ധതി. അത് പറഞ്ഞപ്പോ ചിലർ ചോദിച്ചു, എമ്മിന് പട്ട ഇവിടുന്ന പൈസ ഇവിടുന്ന ബഡ്ജറ്റിൽ പണം വേണ്ടേ? MM പറഞ്ഞു, പൈസ ഇല്ലെങ്കിൽ പൈസ പോയി നാട്ടുകാരെ കയ്യിൽ നിന്ന് പിരിക്കും. 1,00,000 വീടുണ്ടാക്കിയല്ലോ. ഇപ്പൊ നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതി എത്രമാത്രം മാറി. കേരളത്തിലാണെങ്കിൽ ലൈഫ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത കേരളത്തിലാണ്. അങ്ങനെ സംസ്ഥാനത്ത് ഇന്ന് വന്നിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ എങ്ങനെയും തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ച് ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ചടങ്ങിൽ ലോകപ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന് PR നമ്പ്യാർ പുരസ്കാരം പന്ന്യൻ രവീന്ദ്രൻ സമ്മാനിച്ചു. AKSTU സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, CPI ജില്ലാ സെക്രട്ടറി CP ബാബു, സംസ്ഥാന കൌൺസിൽ അംഗം T കൃഷ്ണൻ, കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ബംഗളം കുഞ്ഞികൃഷ്ണൻ, AKSTU സംസ്ഥാന ട്രഷറർ KC സ്നേഹശ്രീ തുടങ്ങിയവർ സംബന്ധിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ K പത്മനാഭൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി വിനയൻ കല്ലത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ 3 കടലോര പഞ്ചായത്തുകളിൽ തീരദേശ നിയമത്തിൽ ഇളവ് നേടിയെടുക്കുവാൻ കഴിയാത്തത് അധികൃതരുടെ തികഞ്ഞ അനാസ്ഥയാണെന്ന് ശിറിയ ഗ്രാമവികസന സമിതി. തൊട്ടടുത്ത മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന് ഇളവ് ലഭിച്ചപ്പോഴാണ് സമീപ പഞ്ചായത്തുകൾ പട്ടികയ്ക്ക് പുറത്തായതെന്നും തീരദേശവാസികളെ ഇത് ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ടെന്നും ശിറിയ ഗ്രാമവികസന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തീരപരിപാലന നിയമത്തിൽ കേന്ദ്രം ഇളവുകൾ അനുവദിച്ചതിന്റെ ഭാഗമായി സംസ്ഥാനം തയ്യാറാക്കിയ കരടിൽ കേരളത്തിലെ 66 പഞ്ചായത്തുകൾക്ക് ഇളവ് ലഭിച്ചപ്പോൾ മഞ്ചേശ്വരം കടലോര മേഖലയിലെ മഞ്ചേശ്വരം, മംഗൽപാടി, കുമ്പള പഞ്ചായത്തുകളാണ് ഉൾപ്പെടാതെ പോയതെന്നും തൊട്ടടുത്ത മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന് ഇളവ് ലഭിച്ചപ്പോഴാണ് സമീപ പഞ്ചായത്തുകൾ പട്ടികയ്ക്ക് പുറത്തായതെന്നും ശിറിയ ഗ്രാമവികസന സമിതി ഭാരവാഹികൾ വിശദീകരിച്ചു. ജനപ്രതിനിധികളടക്കമുള്ളവരുടെ തികഞ്ഞ ജാഗ്രതക്കുറവാണ് ഇതിന് കാരണം. നിയമത്തിൽ ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന തീരദേശവാസികളുടെ ആശങ്കയകറ്റുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് ശിറിയ ഗ്രാമസമിതി നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇത് സംബന്ധിച്ച് MP, MLA എന്നിവർക്ക് നിവേദനം നൽകുമെന്നും ഇവർ അറിയിച്ചു. ശിറിയ ഗ്രാമവികസന സമിതി ചെയർമാൻ അബ്ബാസ് KM മോണന്ത, കൺവീനർ മഷൂദ് ശിറിയ, വൈസ് ചെയർമാൻ ജലീൽ ശിറിയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സർക്കാർ നിയന്ത്രിതമായതും അല്ലാത്തതുമായ തൃക്കരിപ്പൂരിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഇനി ഹരിതചട്ടത്തിനകത്തും. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ ഗ്രേഡിംഗ് വഴിയാണ് പഞ്ചായത്തിലെ 55-ൽ 54 സ്ഥാപനങ്ങളും A+ A ഗ്രേഡ് സ്വന്തമാക്കിയത്.
മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥാപനങ്ങളെ മുഴുവൻ ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു. ജൈവമാലിന്യ സംസ്കരണ ഉപാധികൾ സ്ഥാപിക്കൽ, അജൈവ മാലിന്യ ശേഖരണത്തിന് ബിന്നുകൾ സ്ഥാപിക്കൽ, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ, സൗന്ദര്യവൽക്കരണം, ഹരിത നിയമങ്ങൾ പാലിക്കൽ, ശുചിത്വ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് ഗ്രേഡിംഗ് നിശ്ചയിച്ചത്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പരിധിയിൽ 13 സംസ്ഥാന സർക്കാർ ഓഫീസുകൾ, 3 കേന്ദ്ര സർക്കാർ ഓഫീസുകൾ, ബാങ്കുകൾ ഉൾപ്പെടെ 10 ധനകാര്യ സ്ഥാപനങ്ങൾ, 2 സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ, 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, 8 സഹകരണ സ്ഥാപനങ്ങൾ, 7 സർക്കാർ ആശുപത്രികൾ, 3 സ്വകാര്യ ആശുപത്രികൾ, 7 കമ്മ്യൂണിറ്റി ഹാളുകൾ എന്നിങ്ങനെ 55 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. 55-ൽ 54 സ്ഥാപനങ്ങളും A+ ഗ്രേഡ് നേടിയ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് തല ഹരിത സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം നടന്നത്. നിലവിലെ നേട്ടങ്ങൾ നിലനിർത്തിപ്പോകുന്നതിനും എല്ലാ സ്ഥാപനങ്ങളെയും A+ നിലവാരത്തിൽ എത്തിക്കുന്നതിനുമുള്ള പ്രൊജക്റ്റുകൾ തദ്ദേശ സ്വയംഭരണ തലത്തിൽ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയും യോഗത്തിൽ ചർച്ച ചെയ്തു. CH ടൗൺ ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ പഞ്ചായത്ത് തല ഹരിത സ്ഥാപന പ്രഖ്യാപനം നടത്തി. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ശംസുദ്ദീൻ IT ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ PV ദേവരാജൻ ഹരിത സ്ഥാപന പ്രഖ്യാപന റിപ്പോർട്ട് കൈമാറി. വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, സ്ഥിരം സമിതി അധ്യക്ഷ M സൗദ, പഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ് ബാബു, E ശശിധരൻ, പഞ്ചായത്ത് സെക്രട്ടറി R ബിജുകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി P അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. ശുചിത്വ പ്രതിജ്ഞയോടെയാണ് ചടങ്ങിന് തുടക്കമിട്ടത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് കൂഡ്ലു മന്നിപ്പാടിയിലെ ആലങ്കോട് ശ്രീ ധൂമാവതി ദൈവസ്ഥാനം നവീകരണ പുനഃപ്രതിഷ്ഠ കലശോത്സവം 16 മുതൽ 19 വരെ വിവിധ വൈദിക ധാർമ്മിക പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തന്ത്രിവര്യരായ ബ്രഹ്മശ്രീ അരവത്ത് KU പത്മനാഭ തന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഫെബ്രുവരി 16 മുതൽ 19 വരെ നവീകരണ പുനഃപ്രതിഷ്ഠ കലശോത്സവം നടക്കുക. ഞായറാഴ്ച വൈകുന്നേരം 3:30 കലവറ ഘോഷയാത്ര നടക്കും. ചൊവ്വാഴ്ച 7:35 8:15 മധ്യേയുള്ള കുംഭരാശി ചോതി നക്ഷത്രത്തിൽ ധൂമാവതി പീഠപ്രതിഷ്ഠ നടക്കും. ബുധനാഴ്ച 9 മുതൽ ശ്രീ ധൂമാവതി ദൈവത്തിൻ്റെ ധർമ്മനിയമം നടക്കും. ഉത്സവ ദിവസങ്ങളിലെല്ലാം വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മന്നിപ്പാടി ആലങ്കോട് ശ്രീ ധൂമാവതി ദേവസ്ഥാനത്തിൻ്റെ ബ്രഹ്മകലശ മഹോത്സവം ഈ വരുന്ന 16-ാം തീയതി മുതൽ 19-ാം തീയതി വരെ നടത്തപ്പെടുകയാണ്. വൈകുന്നേരം 3 മണിക്ക് കലവറ ഘോഷയാത്ര ആരംഭം പാറക്കട്ട ശ്രീ അയ്യപ്പ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ട് വിവേകാനന്ദ നഗർ വഴി വാദ്യഘോഷങ്ങളുടെ ആലങ്കോട് ശ്രീ ധൂമാവതി ദേവസ്ഥാനത്തേക്ക് എത്തിച്ചേരും. അത് കഴിഞ്ഞ് കലവറ മുഹൂർത്തം 5 മണിക്ക് ശ്രീ അരവത്ത് പത്മനാഭ തന്ത്രി അവർക്ക് പൂർണ്ണകുംഭ സ്വാഗതം. KG ഷാൻഭോഗ് കൂഡ്ലു, ഉദയകുമാർ മന്നിപ്പാടി, നാരായണ ബോവിക്കാനം, നാഗേഷ് ഗട്ടി, രവി മണിയാണി, കുഞ്ഞിരാമ മണിയാണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മണൽക്കടത്ത് തടയുവാനുള്ള ശ്രമത്തിനിടയിൽ SIയെ ടിപ്പർ ലോറി ഇടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. കാഞ്ഞങ്ങാട് കല്ലൂരാവിയിലെ ഇർഫാനെയാണ് ഹൊസ്ദുർഗ് ഇൻസ്പെക്ടർ P അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 2025 ജനുവരി 30 രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം. അനധികൃതമായി മണൽ കടത്തുന്നുണ്ടെന്ന വിവരമറിഞ്ഞ് പോലീസ് കിഴക്കുംകരയിൽ എത്തിയപ്പോഴാണ് വധശ്രമമുണ്ടായത്. അക്രമത്തിൽ SIക്കൊപ്പമുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ അശോകൻ തുളിച്ചേരിക്ക് പരിക്കേറ്റിരുന്നു. ഇയാളുടെ പരാതി പ്രകാരമാണ് പോലീസ് കേസെടുത്തിരുന്നത്. കേസിലെ 2ാം പ്രതി പടന്നക്കാട് കുറുന്തൂരിലെ അബ്ദുൽ സഫ്വാനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കാസർഗോഡ് കുമ്പള ഷിറിയയിൽ റെയിൽവേ പാളത്തിന് സമീപത്ത് മനുഷ്യന്റെ തലയോട്ടിയും എല്ലിൻ കഷണങ്ങളും കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. കുമ്പള പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തലയോട്ടിക്ക് ഏതോ മാരകായുധം കൊണ്ട് മുറിവേറ്റ അടയാളം കണ്ടെത്തിയതാണ് സംഭവത്തിൽ ദുരൂഹതയുണർത്തുന്നത്. സംശയത്തെ തുടർന്ന് തലയോട്ടിയും എല്ലിൻ കഷണങ്ങളും വിദഗ്ധ പരിശോധനയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കുമ്പള SI VK വിജയന്റെ നേതൃത്വത്തിലാണ് തലയോട്ടി കണ്ടെത്തിയ കേസ് അന്വേഷിക്കുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് തലയോട്ടിയും മറ്റും കാണപ്പെട്ടത്. ഇതിന് സമീപത്ത് നിന്നും റോസ് നിറത്തിലുള്ള ടീഷർട്ടും ബെർമുഡയും കണ്ടെത്തിയിരുന്നു.
മറ്റെവിടെ നിന്നെങ്കിലും ഇവിടേക്ക് തലയോട്ടിയും എല്ലിൻ കഷണങ്ങളും കൊണ്ടിട്ടതായുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. പരിയാരത്ത് നടക്കുന്ന വിദഗ്ധ പരിശോധനയിലൂടെ മരണകാരണം കണ്ടെത്തുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മഞ്ചേശ്വരം മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്ന് കേരള NGO യൂണിയൻ മഞ്ചേശ്വരം ഏരിയ 11ാം വാർഷിക സമ്മേളനം. ഉപ്പള നയാ ബസാറിലെ ലയൺസ് ഹാളിൽ നടന്ന സമ്മേളനം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സിന്ധു രാജൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം മേഖലയുടെ വികസനത്തിനു വേണ്ടി 2014 രൂപീകരിച്ച താലൂക്ക് 11 വർഷം കഴിയുമ്പോഴും സ്വന്തമായ ആസ്ഥാന മന്ദിരമില്ലാത്തത് കാരണം ഈ മേഖലയുടെ സമഗ്രമായ വികസനത്തെ ബാധിക്കുന്ന സാഹചര്യത്തിലും ജീവനക്കാർക്ക് സൗകര്യപ്രദമായി ജോലി ചെയ്യുവാനുള്ള സാഹചര്യം നിലവിലില്ലാത്തതിനാലും അടിയന്തരമായും മഞ്ചേശ്വരം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം തുടങ്ങണമെന്നും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും കേരള NGO യൂണിയൻ മഞ്ചേശ്വരം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സിന്ധു രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഇപ്പം ആഗോളവൽക്കരണമെന്നുള്ള പദവും ഉപേക്ഷിക്കുകയാണ്. അതിന്റെ സ്വന്തം താല്പര്യങ്ങളിലേക്ക് മാത്രമാണ്. ഏരിയ പ്രസിഡന്റ് PA ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി M സുരേന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാവിലെ 9 മണിക്ക് പ്രസിഡന്റ് PA ഷെരീഫ് പതാക ഉയർത്തിയതോടുകൂടിയാണ് സമ്മേളന നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. M കൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും അഖിൽ ദാമോദരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ട്രഷറർ S ധന്യ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന ജില്ലാ ക്യാമ്പസ് കോൺഫറൻസ് ഞായറാഴ്ച കൊല്ലംകാനം ട്രീബോൺ റിസോർട്ടിൽ നടക്കും. നെല്ലിക്കുന്ന് MLA പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയത്തിൽ വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി മെയ് 11 പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായാണ് ജില്ലാ സമിതി ജില്ലാ ക്യാമ്പസ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പസ് വിദ്യാർത്ഥി സമൂഹത്തിന് ദൈക്ഷണിക മൂല്യങ്ങൾ പകർന്നു നൽകുക, പുതിയ ഉപരിപഠന സാധ്യതകളും തൊഴിൽ മേഖലകളും പരിചയപ്പെടുത്തുക, വിദേശ പഠന പ്രവണതകളിലെ ചതിക്കുഴികളെ ബോധ്യപ്പെടുത്തുക തുടങ്ങിയ നിരവധി ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിവിധ സെഷനുകൾക്ക് പ്രമുഖർ നേതൃത്വം നൽകുമെന്നും ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രതിനിധികളായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥിക്കാലം എന്ന പ്രമേയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി മെയ് 11 പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന ജില്ലാ ക്യാമ്പസ് കോൺഫറൻസ് ഞായറാഴ്ച 16-ാം തീയതി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ കൊല്ലംകാനം ട്രീബോൺ റിസോർട്ടിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ കാസർഗോഡ് നിയോജക മണ്ഡലം MLA നെല്ലിക്കുന്നാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളനത്തിന് ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ പ്രതിനിധികളായി പങ്കെടുക്കും. വിസ്ഡം സ്റ്റുഡൻസ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി റഹീസ് പട്ല, ജോയിന്റ് സെക്രട്ടറി അഹമ്മദ് റുബൈസ്, വിസ്ഡം യൂത്ത് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഫഹൂം മുബാറക്, അഹമ്മദ് അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാജ്യസഭയിൽ വഖഫ് ഭേദഗതി ബിൽ പാസ്സായതിനെതിരെ ബില്ല് കത്തിച്ച് SDPI പ്രതിഷേധം. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം SDPI ജില്ലാ പ്രസിഡന്റ് CA സവാദ് ഉദ്ഘാടനം ചെയ്തു. രാജ്യസഭയിൽ വഖഫ് ഭേദഗതി ബിൽ പാസ്സായതുമായി ബന്ധപ്പെട്ട് രാജ്യം മുഴുവൻ ബില്ല് കത്തിച്ച് പ്രതിഷേധിക്കുന്നതിൻ്റെ ഭാഗമായി SDPI കാസർഗോട്ടും ബില്ല് കത്തിച്ച് പ്രതിഷേധിച്ചു. SDPI ജില്ലാ പ്രസിഡന്റ് CA സവാദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വഖഫ് ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധവും മനുഷ്യവിരുദ്ധവുമാണെന്ന് CA സവാദ് പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ലിലൂടെ നടക്കാൻ പോകുന്നത് എന്താണ്? ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ആ ബില്ല്, അത് അയാളുടെ അവകാശമായ ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായ ആ സ്വത്ത് അയാൾ പൂർണ്ണമായും അയാളുടെ ആരാധനയുടെ ഭാഗമായി നൽകുമ്പോൾ അയാൾ ആഗ്രഹിക്കുന്ന ഒരു നന്മയുണ്ട്.
അയാൾ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയുണ്ട്. പക്ഷേ അതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ട്, അതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ഒരു ബില്ല് പാസാക്കുന്നതിലൂടെ ഒരു വിഭാഗത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു സ്വത്ത്, അയാളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആ സ്വത്ത്, അത് പിടിച്ചു പറിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ജനാധിപത്യ ഇന്ത്യയിൽ നമ്മൾ കാണുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഇക്ബാൽ ഹൊസങ്കടി, പി ലിയാഖത്തലി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഗാത്തർ അറഫ സ്വാഗതവും ജില്ലാ ട്രഷറർ ആഷിഫ് TI നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ന്യൂവ കാസർഗോഡ് നായർ എക്സ്പാട്രിയേറ്റ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ UAE-യിൽ ഓൾ ഇന്ത്യ ലെവൽ പ്രോ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടൂർണമെന്റിൽ ന്യൂ സ്റ്റാർ മംഗളൂർ വിജയികളായി. കാസർഗോട്ടുകാരുടെ പ്രവാസി കുടുംബ കൂട്ടായ്മ സംഘടനയായ ന്യൂവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ ലെവൽ പ്രോ കബഡി ടൂർണമെന്റ് ശ്രദ്ധേയമായി. അജ്മാൻ വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ നിരവധി അന്തർദേശീയ കബഡി താരങ്ങൾ അണിനിരന്നു. വിവിധ പരിപാടികൾ UAE-യിൽ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം കലാകായിക വിദ്യാഭ്യാസ കാരുണ്യ മേഖലകളിലെ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലുള്ള ന്യൂവ നിലവിൽ 9 വീടുകൾ പാവപ്പെട്ട അർഹരായവർക്ക് ജാതിമത ഭേദമന്യേ നൽകുകയും മാർച്ച് 26-30 തീയതികളിൽ പുതിയ 3 വീടുകളുടെ താക്കോൽദാനവും മറ്റൊരു വീടിന് കുറ്റിയിടൽ ചടങ്ങും നടത്തുന്നുണ്ട്. ടൂർണമെന്റിൽ ന്യൂ സ്റ്റാർ മംഗളൂർ വിജയികളായി. O2 പൊന്നാനി 2ാം സ്ഥാനവും ബഡ്കൽ ബുൾസ് 3ാം സ്ഥാനവും EMS UAE 4ാം സ്ഥാനവും നേടി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓലാട്ട് KKNM AUP സ്കൂളിൽ സംഘടിപ്പിച്ച ലോക റേഡിയോ ദിനാചരണം ശ്രദ്ധേയമായി. ലോക റേഡിയോ ദിനത്തിൽ പഴയകാല റേഡിയോകളുടെ പ്രദർശനമൊരുക്കിയാണ് റേഡിയോ ദിനാചരണം സംഘടിപ്പിച്ചത്. ആകാശവാണി കണ്ണൂർ നിലയം ജാലകം പ്രോഗ്രാം അവതാരക C സീമ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളുടെ കടന്നുവരവിനിടയിൽ റേഡിയോ പുതുതലമുറയ്ക്ക് അന്യമാകുന്നുണ്ടെങ്കിലും റേഡിയോയിലെ വാർത്തകളും പാട്ടുകളും കേൾക്കുന്നത് വലിയൊരു വിഭാഗത്തിൻ്റെ ദിനചര്യയാണ് ഇന്നും. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനത്തിൽ ഇത്തരം ഗൃഹാതുര സ്മരണകൾ ഉയർത്തി പഴയകാല റേഡിയോകളുടെ പ്രദർശനമൊരുക്കിയത് ശ്രദ്ധേയമായി. ഓലാട്ട് KNM AUP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പഴയകാല റേഡിയോകളുടെ പ്രദർശനം ഒരുക്കിയത്. സ്കൂളിലെ ലോക റേഡിയോ ദിന പരിപാടി ആകാശവാണി കണ്ണൂർ നിലയം ജാലകം പ്രോഗ്രാം അവതാരക C സീമ ഉദ്ഘാടനം ചെയ്തു. റേഡിയോ തൂക്കിപ്പിടിച്ച് ഒരു റൂമിന്ന് വരാന്തയിലേക്ക് എവിടെയാണോ പോകുന്നത് കയ്യിൽ ആ റേഡിയോ ഉണ്ടാവും. അങ്ങനെ നടക്കുന്ന അത് ആ ഒരു ഓർമ്മകൾ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ റേഡിയോയിൽ പ്രവർത്തിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായതും അതിലേക്ക് സാധിച്ചതൊക്കെ അതാണെന്ന് പറയാം. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ റേഡിയോ ശ്രോതാക്കളായി മാറുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. CP വാസുദേവൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ശേഖരണത്തിലെ റേഡിയോകൾ പ്രദർശനം നടത്തുകയും ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ GK ഗിരീഷ്, PV ലിച്ചിന, പാർവതി അശോക്, പവിത്രൻ കാന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബേളയിൽ യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുവാൻ ശ്രമിച്ചതായി പരാതി. ബേള വില്ലേജിലെ കുഞ്ചാറിലെ KA കൈറുനിസ അബ്ദുൽ റഹ്മാൻ എന്നയാൾക്കെതിരെയാണ് പരാതി നൽകിയത്. ബദിയടുക്ക പോലീസ് നരഹത്യാശ്രമത്തിന് അബ്ദുൽ റഹ്മാനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒപ്പം താമസിച്ചു വരികയായിരുന്നയാൾ യുവതിയെ മൂക്കിന് മർദ്ദിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുവാൻ ശ്രമിച്ചതായി പരാതി. ബേള വില്ലേജിലെ കുഞ്ചാറിലെ KA കൈറുനിസയാണ് കൂടെ താമസിക്കുകയായിരുന്ന അബ്ദുൽ റഹ്മാൻ എന്നയാൾക്കെതിരെ പരാതി നൽകിയത്. കൈറുനിസയുടെ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയായിരുന്നു ഇരുവരും താമസിച്ചു വന്നിരുന്നത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെ അബ്ദുൽ റഹ്മാൻ കൈറുനിസയുടെ കവിളിലടിക്കുകയും മുഷ്ടി ചുരുട്ടി മൂക്കിലിടിക്കുകയും ചെയ്തുവെന്ന് ബദിയടുക്ക പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു. കൈറുനിസയുടെ പരാതിയിൽ നരഹത്യാശ്രമത്തിന് അബ്ദുൽ റഹ്മാനെ ബദിയടുക്ക പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. DCC നേതൃയോഗം കാഞ്ഞങ്ങാട് ഹൊസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു.
പെരിയാക്കല്ലിയൂട്ട് ശരത്ലാൽ കൃപേഷ് രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം 17 തിങ്കളാഴ്ച 5000 പ്രവർത്തകർ പങ്കെടുക്കുന്ന അനുസ്മരണ സമ്മേളനത്തോടെ സമുചിതമായി ആചരിക്കാൻ ഡിസിസി നേതൃയോഗം തീരുമാനിച്ചു. രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. നേതൃയോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഡിസിസി പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, നേതാക്കളായ ഹക്കീം കുന്നിൽ, രമേശൻ കരുവാച്ചേരി, M അസനാർ, കരിമ്പിൽ കൃഷ്ണൻ, മീനാക്ഷി ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് K രാജേന്ദ്രൻ, സാജിദ് മൌവൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയിൽ പ്രതിഷേധമിരമ്പി. ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂർ കണ്ണുതീർത്ത GLP സ്കൂൾ കെട്ടിടം നാടിന് സമർപ്പിച്ചു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂൾ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. കള്ളുചെത്ത് തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കോർഡിനേഷൻ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് K മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ 3 കടലോര പഞ്ചായത്തുകളിൽ തീരദേശ നിയമത്തിൽ ഇളവ് നേടിയെടുക്കുവാൻ കഴിയാത്തത് അധികൃതരുടെ അനാസ്ഥയെന്ന് ഷിറിയ ഗ്രാമവികസന സമിതി. ആശങ്ക പരിഹരിക്കണമെന്നും സമിതി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ. തൃക്കരിപ്പൂരിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഇനി ഹരിതചട്ടത്തിനകത്ത്. AKSTU സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.